കൃത്യം തീയതി ഓർമ്മയില്ല. ഏകദേശം 5-6 മാസങ്ങൾക്ക് മുമ്പാണ് മലപ്പുറം ജില്ലയിലെ കാരാട് എന്ന സ്ഥലത്തെ ഒരു പൊതുവേദിയിൽ മുമ്പിൽ ബസ് ഓടുന്ന റോഡ്, അതിനപ്പുറത്താണ് ആളുകൾ കൂടി നിൽക്കുന്നത്. പ്രഭാഷണം ആരംഭിക്കാൻ പോവുകയാണ്. ആ സമയത്താണ് കവിയും സാംസ്കാരിക പ്രവർത്തകനും അധ്യാപകനുമായ പ്രദീപ് രാമനാട്ടുകര വേദിക്കരികിലേക്ക് വന്ന് എൻ്റെ കയ്യിൽ ഒരു തുണ്ട് കടലാസ് ഏൽപ്പിക്കുന്നത്. ഇത്ര പെട്ടെന്ന് തിരക്കി വന്ന് ഏൽപ്പിക്കുന്ന ഈ തുണ്ട് കടലാസ് എന്തായിരിക്കും? സാധാരണഗതിയിൽ പ്രസംഗം നീണ്ടുപോകുമ്പോൾ സമയത്തെക്കുറിച്ച് സൂചന നൽകുന്ന തുണ്ട് കടലാസുകൾ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇത് പക്ഷേ പ്രഭാഷണം ആരംഭിക്കുന്നതിന് മുമ്പാണ്. അതും സംഘാടകരിൽപ്പെട്ട ഒരാളുമല്ല. ഞാൻ കൗതുകത്തോടെ കടലാസ് തുണ്ട് നിവർത്തി നോക്കിയപ്പോൾ സൗഹൃദം എന്ന പേരിൽ ഒരു 5 വരിയാണ് അതിലുള്ളത്. ഏത് കാലത്തെ മനുഷ്യജീവിതത്തെയും ലഹരി പിടിപ്പിക്കുന്ന അപൂർവം മലയാള വാക്കുകളിൽ ഒന്നാണ് സൗഹൃദം. സൗഹൃദത്തെക്കുറിച്ച് സത്യത്തിൽ വിവരണങ്ങൾ ആവശ്യമില്ല. സൗഹൃദത്തിൻ്റെ മുമ്പിൽ അടിക്കുറിപ്പുകളും ആമുഖങ്ങളും അപ്രസക്തമാകും. ഒരുപക്ഷെ മനുഷ്യജീവിതത്തെ ഏറ്റവും ഹൃദ്യമായ ഒരനുഭൂതിയാക്കി തീർക്കുന്നത് തന്നെ സൗഹൃദമാണ് എന്ന് നമുക്ക് സൂക്ഷ്മമായി നോക്കിയാൽ കണ്ടെത്താൻ പറ്റും. ഞാൻ ആ കവിത അപ്പോൾ അവിടെ വെച്ച് തന്നെ ഒരാവർത്തി വായിച്ചു. വളരെ ലളിതമായിരുന്നു അത്. ചത്തവൻ്റെ ചങ്ങാതിയാണ് ഞാൻ, കൊന്നവൻ്റെ സുഹൃത്തും. പക്ഷെ ആദ്യത്തെ 2 വരികൾ തന്നെ വല്ലാതെ മുറിപ്പെടുത്തുന്നത് പോലെ. പിന്നത്തെ 2 വരി ചത്തവന് വേണ്ടി കരഞ്ഞു, കൊന്നവന് കൈകൊടുത്തു. അപ്പോഴേക്കും ആ മുറിവിലെ നീറ്റൽ വല്ലാതെ വർദ്ധിച്ചു കഴിഞ്ഞിരുന്നു. കവിത അവസാനിക്കുന്ന ഒറ്റവരിയാവട്ടെ അങ്ങനെ ഒരുവിധം ജീർണിച്ചു പോകുന്നു. സാധാരണഗതിയിൽ 2 പേർ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ കാര്യമായ ഒന്നും പറയാതെ തന്നെ എന്തെങ്കിലും പറയേണ്ടി വരുമ്പോൾ ചില പതിവ് വാക്യങ്ങൾ ലോകത്തിലെ ഏതു ഭാഷയിലെന്ന പോലെ മലയാളത്തിലും തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നാണ് എന്തൊക്കെയുണ്ട്, സുഖമല്ലേ, കണ്ടിട്ടെത്ര കാലമായി, ഇപ്പോൾ എന്തു ചെയ്യുന്നു, വല്ലാതെ തടിച്ചു പോയല്ലോ, കുറച്ച് ഇരുണ്ടല്ലോ, ഈ തുണി നന്നായിട്ടുണ്ട് തുടങ്ങിയ പതിവ് ഔപചാരികമായ സംഭാഷണങ്ങൾ. ഈ സംഭാഷണങ്ങൾ ഔപചാരികമാണെങ്കിലും അതിൽ സൗഹൃദത്തിൻ്റെ ഒരു സ്പർശമുണ്ട്. ഒട്ടും പരിചയമില്ലാത്ത ഒരാളോട് നമുക്ക് ഒരു ചളിപ്പുമില്ലാതെ ഇത്രയും ചോദിക്കാൻ പ്രയാസമാകും. അതുകൊണ്ട് എന്തൊക്കെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഒരുവിധം കഴിഞ്ഞു പോകുന്നു, സുഖമല്ലേ, സുഖമാണ് എന്നിങ്ങനെയുള്ള പതിവ് വാക്യങ്ങളാണ് നാം കേൾക്കാറുള്ളത്. സാധാരണഗതിയിൽ ആവർത്തിക്കപ്പെട്ടു വരുന്നൊരു പ്രയോഗമാണ് ഒരുവിധം ജീവിച്ചു പോകുന്നു. പക്ഷേ പ്രദീപ് രാമനാട്ടുകരയുടെ കവിതയിൽ ഒരുവിധം ജീവിച്ചു പോകുന്നു എന്ന സാധാരണ സൗഹൃദത്തിലെ പതിവ് വാക്യത്തെ ഒരുവിധം ജീർണിച്ചു പോകുന്നു എന്നതുകൊണ്ടാണ് പകരം വെച്ചിരിക്കുന്നത്. ഒരാവർത്തിയോട് ഞാൻ കവിത വായിച്ചു. ആ വായന അന്നത്തെ കാരാട്ടിലെ പ്രഭാഷണത്തെ ആഴത്തിൽ സ്വാധീനിക്കുക തന്നെ ചെയ്തു. അന്ന് കിട്ടിയ കവിത അവിടെ വെച്ച് തന്നെ ഈ കടലാസ് കൊണ്ട് നിവർത്താതെ തന്നെ പ്രഭാഷണത്തിൽ ഞാൻ സദസ്സിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു. കാരാട്ടിലെ സാധാരണ മനുഷ്യരാണ് ആ സദസ്സ്. ഒരുപക്ഷെ പൊതുവേദികൾക്ക് സഹജമായ വിധത്തിൽ പലവിധ തിരക്കുകളിൽ വ്യാപൃതരായൊരു സദസ്സ്. ചിലർ പോയിക്കൊണ്ടിരിക്കുന്നു, പുതുതായി ചിലർ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ കവിത പറഞ്ഞപ്പോൾ ഞാൻ സദസ്സിനെ ശ്രദ്ധിച്ചു. കവിതയുമായി അത്ര വലിയ പരിചയമൊന്നുമില്ലാത്ത ഒരു സാധാരണ സദസ്സായിട്ട് കൂടി അവർ കവിത വളരെ ശ്രദ്ധാപൂർവം അനുഭവിക്കുന്നതായി, അതിൻ്റെ സൂക്ഷ്മതകളിലേക്ക് അവരുടെ മനസ്സ് കടന്നു ചെല്ലുന്നതായി
ആ ഒരു നോട്ടത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്തായിരിക്കാം പ്രദീപ് രാമനാട്ടുകരുടെ കവിതയെ ഇത്ര ഹൃദ്യമാക്കിയത്? ഒരു പക്ഷേ 2017 ഇന്ത്യൻ അവസ്ഥ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ നവഫാസത്തിൻ്റെ വിപൽക്കരമായൊരു പശ്ചാത്തലത്തിൽ മനുഷ്യരല്ലാതായിത്തീരുന്ന ഭയപ്പെടുത്തുന്ന ഒരവസ്ഥയിൽ കാര്യങ്ങൾ എത്തിപ്പെട്ടതുകൊണ്ടാവാം. ഭക്തിയുടെ നെറ്റിയിൽ പൂവിരിയുന്നതിന് പകരം കൊമ്പുകൾ മുളയ്ക്കുന്ന ഒരു കാലം. ജാതിക്കും മതത്തിനും അപ്പുറം ഞങ്ങളും മനുഷ്യർ എന്ന് തിരിച്ചറിയുന്നതിന് പകരം ജാതി സങ്കുചിത്വത്തിൻ്റെയും മതസങ്കുചിത്വത്തിൻ്റെയും അഴുക്കുചാലിലേക്ക് മനുഷ്യർ മറിഞ്ഞു വീഴുന്നൊരു കാലം. തീവണ്ടിയിൽ വെച്ച്, തിയേറ്ററിൽ വെച്ച്, ആശുപത്രിയിൽ വെച്ച്, വിദ്യാലയങ്ങളിൽ വെച്ച് നിരപരാധികളും നിസ്സഹായരുമായ മനുഷ്യർ വേട്ടയാടപ്പെടുന്നൊരു കാലം. നീതിക്ക് വേണ്ടി നിലവിളികൾ ഉയരുമ്പോൾ പരിഹാസ്യമായ പ്രസ്താവനകളുമായി അധികാരികൾ ജനതയെ കോമാളികളാക്കുന്നൊരു കാലം. ഈ കാലത്തോടാണ് പ്രദീപ് സംവദിക്കുന്നത്. അപ്പോൾ സൗഹൃദം ഒരു സമരത്തിൻ്റെ, ഒരു പ്രതിരോധത്തിൻ്റെ കവിതയായി മാറുന്നു എന്നതുകൊണ്ടാവണം രാഷ്ട്രീയ പ്രബുദ്ധമായ കാരാട്ടെ സദസ്സ് പ്രദീപ് രാമനാട്ടുകരുടെ സൗഹൃദം എന്ന കവിതയോട് ഐക്യപ്പെട്ടത്. ഈ കവിതയിൽ ഞാൻ വീണ്ടും വീട്ടിലെത്തിയപ്പോൾ ഒന്നുകൂടി വായിച്ചു. സത്യത്തിൽ ഒറ്റ വായനയിൽ തന്നെ വളരെ വ്യക്തമാണ് ആ കവിത. എന്നിട്ടും എന്തിനു ഞാൻ മൂന്നാമത് വായിച്ചു? ഒരുപക്ഷെ മനസ്സിലെ മുറിവുകൾക്കുള്ള മരുന്ന്, ഒരുപക്ഷെ നമ്മുടെ നിഷ്ക്രിയതയ്ക്കുള്ള ഒരു തിരുത്ത് ഈ കവിതയിലുള്ളതുകൊണ്ടാവണം. എന്താണ് കവിത പറയാൻ ശ്രമിക്കുന്നത്? കവിത പറയാൻ ശ്രമിക്കുന്നത് ചത്തവൻ്റെ ചങ്ങാതി, കൊന്നവൻ്റെ സുഹൃത്ത്. മലയാളത്തിൽ ചങ്ങാത്തവും സൗഹൃദവും അടുപ്പത്തെ സൂചിപ്പിക്കുന്ന സമാനമായ അർത്ഥങ്ങളുള്ള രണ്ട് വാക്കുകളാണ്. പക്ഷേ ചങ്ങാതി എന്നുള്ളത് കുറേ കൂടി ഹൃദ്യത അനുഭവിപ്പിക്കുന്ന ഒരു നാടൻ വാക്കാണ്. ചങ്ങായിമാർ എന്ന് പറഞ്ഞാൽ അതോടെ പിന്നെ ഒന്നും ചോദിക്കേണ്ട, ഒന്നും പറയണ്ട, എല്ലാം വ്യക്തമായി. മുമ്പൊക്കെ ഞങ്ങൾ കുട്ടികളായിരുന്ന കാലത്ത് വീട്ടിൽ വരാൻ വൈകിയാൽ രക്ഷിതാക്കൾ പരിഭ്രമിക്കും. പക്ഷേ അവർ ചെങ്ങായിൻ്റെ കൂടെ പോയതാണ് എന്ന് കേട്ടാൽ എല്ലാ പരിഭ്രമവും അവസാനിപ്പിക്കും. കാരണം ചെങ്ങായി കരുതലും സൗഹൃദവും സ്നേഹവുമാണ്. സുഹൃത്ത് സ്നേഹം തന്നെയാണ്, പക്ഷേ കുറച്ചൊരു ഔപചാരികത ആ വാക്കിൽ പലവിധ കാരണങ്ങളാൽ വന്നു ചേർന്നിട്ടുണ്ടാവാം. കവിതയിൽ ഈ വ്യത്യസ്തതയാണ് ഒരുപക്ഷെ പ്രദീപ് രാമനാട്ടുകര ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചത്. അത് കവിതയുടെ ഉള്ളടക്കമായി തീരുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കവിത മുന്നോട്ട് വെക്കുന്ന സൂക്ഷ്മമായ രാഷ്ട്രീയമുണ്ട്. അത് ചെന്നായക്കും ആട്ടിൻകുട്ടിക്കും തുല്യനീതി നൽകുന്ന അരാഷ്ട്രീയ നിഷ്പക്ഷതയെക്കുറിച്ചുള്ള വലിയൊരു ചോദ്യമാണ്. നമ്മുടെ നാട്ടിൽ സമവാക്യങ്ങളാണ് സാമൂഹ്യ പ്രശ്നങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ പല ദൈക്ഷണികരും ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒരു അപകടമുണ്ടായാൽ, എന്തെങ്കിലും ഒരു സംഘർഷം ഉണ്ടായാൽ എല്ലാവരും കുറ്റക്കാരാണ് എന്നൊരു ഒഴുക്കൻ മട്ടിൽ പറഞ്ഞ് ഒഴിഞ്ഞു പോകാനുള്ള ഒരുതരം സാമർത്ഥ്യ പ്രകടനമാണ് ദൈക്ഷണിക ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഫാസിസ്റ്റ് കാലഘട്ടത്തിൽ ഭരണകൂട മാധ്യമികതയിലൂടെ നടക്കുന്ന ആക്രമണങ്ങളെയും ഭരണകൂട മാധ്യമികതയ്ക്ക് പുറത്തു നടക്കുന്ന ആക്രമണങ്ങളെയും ഈ വിധം തുല്യപ്പെടുത്തുന്നത്, താരതമ്യപ്പെടുത്തുന്നത് ജനാധിപത്യത്തോടും മാനവികതയോടും ചെയ്യുന്ന നീതിയാണോ? ആട്ടിൻകുട്ടിക്ക് ചെന്നായെ ഏതു വിധത്തിലാണ് വെല്ലുവിളിക്കാൻ കഴിയുന്നത് ഉൾപ്പെടെയുള്ള നിരവധി ചോദ്യങ്ങൾ. അതുകൊണ്ട് ചത്തവൻ്റെ പക്ഷത്ത് നിൽക്കുന്നവർ കൊന്നവൻ്റെ ബന്ധുക്കളായി തീരുന്നത്
ഒന്നുകിൽ ഭീരുത്വം കൊണ്ടാണ്, അല്ലെങ്കിൽ കാപട്യം കൊണ്ടാണ്, അല്ലെങ്കിൽ നിസ്സഹായത കൊണ്ടാണ്. നമ്മുടെ കാലത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ കാലത്ത് ഈ 3 കാര്യങ്ങളും സത്യത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ കവിത ചെന്നായക്കും ആട്ടിൻകുട്ടിക്കും ഒരേപോലെ നീതി നൽകാൻ ആർക്കും കഴിയില്ല എന്ന് വ്യക്തമാക്കുന്നത് അടുത്ത വരിയിലാണ്. കൊന്നവന് കൈകൊടുത്തു, ചത്തവന് വേണ്ടി കരഞ്ഞു. ഈ പ്രയോഗം നമ്മെ കൂടുതൽ ആലോചിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഔപചാരികതയ്ക്ക് വേണ്ടി പരിചയമില്ലാത്ത ഒരാൾക്ക് പോലും കൈകൊടുക്കാൻ നമുക്ക് കഴിയും. എന്നാൽ കരച്ചിൽ അങ്ങനെയല്ല. അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒഴുകി വരുന്ന നമ്മുടെ മനസ്സിൻ്റെ, ശരീരത്തിൻ്റെ, നമ്മുടെ ബന്ധങ്ങളുടെ ഒക്കെ വേറൊരു ലോകമാണത്. എന്നാൽ ഇന്ന് കണ്ണുനീരും മലിനമാകും എന്ന് നമുക്കറിയാം. കടമൻ തൻ്റെ ഒരു കവിതയിൽ കണ്ണുനീർ പോലും മലിനമായി പൂവിൻ്റെ കണ്ണുകൾ കരിയുന്നു ചുറ്റും എന്ന് പാടിയത് നമുക്ക് മറക്കാനാവില്ല. മൂലധന പരസ്യങ്ങളുടെ ലോകത്ത്, ജനവിരുദ്ധമായ അഭിനയങ്ങളുടെ ലോകത്ത് കണ്ണുനീരിനും മനുഷ്യനെ പറ്റിക്കാൻ കഴിയും. എന്നാൽ കൈ കൊടുക്കുന്നതിൽ പോലെ എളുപ്പമല്ല കരഞ്ഞു പറ്റിക്കുക എന്നുള്ളത്. ആ അർത്ഥത്തിൽ ചത്തവന് വേണ്ടി കരയുമ്പോൾ അതിലൊരു സത്യത്തിൻ്റെ, നീതിയുടെ പക്ഷത്ത് നിൽക്കുന്നതിൻ്റെ ഹൃദ്യമായ, കളങ്കമില്ലാത്ത ഒരാവിഷ്കാരമുണ്ട്. എന്നാൽ കൈ കൊടുക്കുന്നതിൽ ആ ഹൃദ്യതയില്ല. കൈ കൊടുത്തിട്ടില്ലെങ്കിൽ ഞാനും കൊല്ലപ്പെടുമോ എന്ന പേടിയായിരിക്കുമോ? ഭീമാകാരമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഫാസത്തിനെതിരെ നിവർന്നു നിൽക്കാൻ നിസ്സഹായനായ എനിക്കെങ്ങനെ കഴിയും എന്ന ഉൾഭയമായിരിക്കുമോ? ആവാം. പക്ഷേ ഒരു കാര്യം നാം മനസ്സിലാക്കണം. ഭയപ്പെടുന്നതുകൊണ്ട് മാത്രം ഒരു സമൂഹമോ ഒരു വ്യക്തിയോ രക്ഷപ്പെടുകയില്ല. ഫാസിസത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നിങ്ങൾ ഭയപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളെ കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫാസിസത്തെ, അതിൻ്റെ കൊലവിളികളെ, വെല്ലുവിളികളെ ധൈര്യപൂർവ്വം നേരിടുക എന്നതുപോലുമല്ല. ഭയത്തെ ധൈര്യം കൊണ്ടല്ല, ആഴത്തിലുള്ള ബോധ്യം കൊണ്ടാണ് നാം പരാജയപ്പെടുത്തേണ്ടത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ആയുധങ്ങളെപ്പോലും ആശയങ്ങളുടെ മൂർച്ച കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയും. ഇങ്ങനെ പറയുമ്പോൾ പ്രത്യക്ഷത്തിൽ ആയുധത്തിൻ്റെ മൂർച്ചയ്ക്ക് മുമ്പിൽ ആശയങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയും എന്ന് നമുക്ക് തോന്നാവുന്നതാണ്. ഒരുപക്ഷെ ആ തോന്നൽ തന്നെയാണ് ഈ കവിതയിലെ മാനവികതയായി നാം തിരിച്ചറിയേണ്ടത്. സൗഹൃദം തന്നെയാണ്. എന്നാൽ ഇന്ന് സ്നേഹിക്കണമെങ്കിലും നാം സമരം ചെയ്യണം. ഇന്ന് സുഹൃത്തുക്കളായിരിക്കണമെങ്കിലും നാം നമ്മിലെ തന്നെ അല്പത്തരങ്ങളോട്, അവികസിതമായ അവസ്ഥകളോട് സമരം ചെയ്യണം. അതുകൊണ്ട് ഞാൻ പിന്നെയും സൗഹൃദം വായിച്ചപ്പോൾ അതിൻ്റെ തലക്കെട്ട് മങ്ങുന്നത് പോലെ സൗഹൃദം എന്നതിൻ്റെ സ്ഥാനത്ത് സമരം എന്ന് തെളിഞ്ഞു വരുന്നത് പോലെ. ഒരുപക്ഷെ ആദ്യ കവിതയും ഇതുതന്നെയായിരുന്നു. വാൽമീകി മഹർഷിയുമായി ബന്ധപ്പെട്ട ആ കഥ ഇവിടെ ചുരുക്കി പറയേണ്ട കാര്യമില്ല. ഇണപക്ഷികളിലൊന്ന് കൊല്ലപ്പെട്ടപ്പോൾ മഹർഷിക്കുണ്ടായ ദുഃഖമാണ്, ശോകമാണ് ശ്ലോകമായി തീർന്നത് എന്ന് സർവർക്കും അറിയാവുന്നതാണ്. പക്ഷേ മഹർഷി ചോദിച്ച വേറൊരു ചോദ്യമുണ്ടായിരുന്നു. ആ ചോദ്യം അദ്ദേഹം ചോദിച്ചത് ആശ്രമത്തിലെ സഹമഹർഷിമാരോടായിരുന്നില്ല, മറിച്ച് നാരദനോടായിരുന്നു. നാരദനാകട്ടെ ലോകം മുഴുവൻ ചുറ്റുന്ന ഒരു നിരന്തര യാത്രികനായിരുന്നു. ഒരുപക്ഷെ എവിടെയെങ്കിലും കുറ്റിയടിച്ച് തളം കെട്ടി നിൽക്കുന്ന ഒരു ജീവിതത്തിൻ്റെ പരിമിതികളെ പൊളിച്ചു കാട്ടുന്നൊരു മഹാരൂപകം. അതാവാം നാരദൻ. നാരദനോട് മഹർഷി ചോദിച്ച ചോദ്യം ഇന്നും 2017 ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഏറെ പ്രസക്തമാണ്. ആ ചോദ്യം ഇതായിരുന്നു: മഹർഷേ, വീര്യവാനും ഗുണവാനുമായ ആരുണ്ട്?
ഈ ഒറ്റ ചോദ്യത്തിൽ നിരവധി ചോദ്യങ്ങൾ നിവർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം നിരവധി മഹർഷിമാർക്കിടയിൽ, നിരവധി ഗുണങ്ങളുള്ള മഹർഷിമാർക്കിടയിൽ ജീവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഗുണമന്വേഷിച്ച് അദ്ദേഹത്തിന് ദൂരെ പോകേണ്ട ആവശ്യമില്ല. അതെവിടെ എന്ന് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. അത് അദ്ദേഹത്തിൻ്റെ വർത്തമാനകാല ജീവിതത്തിൻ്റെ സാന്നിധ്യമാണ്. അതുപോലെ തന്നെ വീര്യം എവിടെ എന്ന് ചോദിച്ച് അദ്ദേഹത്തിന് പ്രയാസപ്പെടേണ്ടതുണ്ടായിരുന്നില്ല. കാരണം കാട്ടാളനായിരുന്ന അദ്ദേഹത്തിന് വീര്യം എന്നതിൻ്റെ അർത്ഥം ശരിക്കും അറിയുമായിരുന്നു. നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് പോലെ ഇന്നത്തെ അന്ധമായ വീര്യമല്ല, അതിജീവനത്തിന് വേണ്ടിയുള്ള വീര്യമാണ്. നിസ്സഹായരായ മനുഷ്യരെ കൊന്നൊടുക്കുന്ന ബാബു ബജ്രംഗിമാരുടെയും മായാ കുഡ്വാനിമാരുടെയും ഗുജറാത്തിലെ വംശഹത്യക്ക് നേതൃത്വം കൊടുത്ത നവഫാസിസ്റ്റുകളുടെയും അന്ധമായ വീര്യമല്ല, മറിച്ച് അതിജീവനത്തിന് വേണ്ടിയുള്ള വീര്യമാണ് ആദിമ സമൂഹത്തിലെ കാട്ടാളർ നടത്തിയത്. അതുകൊണ്ട് വാൽമീകി മഹർഷിക്ക് വീര്യം എന്താണ് എന്ന് തൻ്റെ ഭൂതകാലത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ വ്യക്തമായും തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. ഗുണം അദ്ദേഹത്തിൻ്റെ വർത്തമാനകാലവുമായിരുന്നു. എന്നാൽ ഭൂതകാലത്തിൽ നിന്നും വർത്തമാനകാലത്തിൽ നിന്നും വ്യത്യസ്തമായ കുറേ കൂടി വികസിച്ച ഒരു പുതിയ ജനാധിപത്യ മതനിരപേക്ഷ ലോകത്തെക്കുറിച്ചുള്ള ദീപ്തമായ സ്വപ്നമാകണം ഈ ചോദ്യം. കാരണം വീര്യം വീര്യമായും ഗുണം ഗുണമായും വേറിട്ട് നിൽക്കുമ്പോൾ ഒരുപക്ഷെ ഇന്ത്യൻ ഫാസിസ്റ്റുകൾ നിസ്സഹായരായ മനുഷ്യരെ കൊന്നു തള്ളുമ്പോൾ ആ കൊലയോട് മനസ്സുകൊണ്ട് വിയോജിക്കുന്ന, ആ നിലവിളികളോട് ഹൃദയം കൊണ്ട് ഐക്യപ്പെടുന്ന ആയിരക്കണക്കിന് ഗുണമുള്ള മനുഷ്യർ ഉണ്ടായിരിക്കാം. പക്ഷേ അവരുടെ ഗുണം നിസ്സഹായമാവുകയാണ്. എന്നാൽ അതിജീവനത്തിന് വേണ്ടിയുള്ള വീര്യവും ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്ന ആർദ്രമാക്കുന്ന ഗുണവും ഐക്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഇന്ത്യൻ ജനതയുടെ ജീവിതത്തിൽ വലിയൊരു കുതിപ്പുണ്ടാകും. ആ കുതിപ്പാണ് സൗഹൃദം. പ്രദീപൻ രാമനാട്ടുകര പ്രഭാഷണ വേദിയിൽ വെച്ച് തിരക്ക് പിടിച്ച് ഈ തുണ്ട് കടലാസ് ഏൽപ്പിച്ചത് ഒരുപക്ഷെ ഈ കവിത എഴുതുമ്പോൾ അദ്ദേഹം അനുഭവിച്ച അന്തർസംഘർഷങ്ങൾ ചൂടാറും മുമ്പ് തന്നെ ഒരു വായനക്കാരന് നൽകാൻ വേണ്ടിയായിരിക്കാം. പക്ഷേ ഇതൊരു വായനക്കാരൻ്റെ അനുഭവമായി പരിമിതപ്പെടാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ ഇന്ന് നടക്കുന്ന, ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത നിരവധി ക്രൂരതകൾ, ആ ക്രൂരതകളോട് മനസ്സുകൊണ്ട് എതിർപക്ഷത്ത് നിൽക്കുന്ന, ഇത് നടക്കാൻ പാടില്ലാത്തതാണ് എന്ന് മനസ്സുകൊണ്ട് 100 വട്ടം 1000 വട്ടം പറയുന്ന മനുഷ്യർ അത് എല്ലാവരോടുമായി പറയാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ അവരുടെ ആ ഗുണം നമ്മുടെ കാലം ആവശ്യപ്പെടുന്ന ഒരു പ്രവർത്തനം കൂടിയായി പരിണമിക്കുമ്പോൾ സൗഹൃദം എന്ന കവിത അതിൻ്റെ ഒരു ചരിത്ര ദൗത്യം, അതുപോലുള്ള കവിതകളും കഥകളും പ്രഭാഷണങ്ങളും പ്രവർത്തനങ്ങളും പോസ്റ്ററുകളും മുദ്രാവാക്യങ്ങളും അതിൻ്റെ ചരിത്ര ദൗത്യം നിർവഹിക്കുമെന്ന് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം.